തിരുവനന്തപുരം കാരോട് നിറവ് ഫ്ളാറ്റിൽ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാണ്. ഫ്ളാറ്റ് ഉടമകൾക്ക് കെട്ടിട നമ്പരോ ഉടമസ്ഥാവകാശമോ ഇതുവരെ കിട്ടിയിട്ടില്ല. കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ലോൺ പോലും കിട്ടാത്ത സാഹചര്യമാണ്. 5 വർഷമായി പഞ്ചായത്തിന്റെ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല. മാലിന്യം കുമിഞ്ഞുകൂടി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. 400ഓളം കുടുംബങ്ങളാണ് ഫ്ളാറ്റുകളിൽ കഴിയുന്നത്. ഞങ്ങൾ വോട്ട് ഇലക്ഷൻ ചെയ്ത പഞ്ചായത്ത് പോലും ഞങ്ങൾക്കൊരു ആനുകൂല്യം തരുന്നില്ല. ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാലും ഞങ്ങൾ കുളത്തൂർ പഞ്ചായത്ത് ഞങ്ങൾ പോകുകയാണെങ്കിൽ പറയും നിങ്ങൾ താമസിക്കുന്നത് കാരോട് പഞ്ചായത്താണ്. അപ്പോൾ കാരോട് പഞ്ചായത്ത് പോയാൽ മതി എന്ന് പറയുന്നത്. കാരോട് പോകുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അഡ്രസ്സെല്ലാം അങ്ങോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുളത്തൂർ പോകും 2 പഞ്ചായത്ത് കൊണ്ട് ഞങ്ങൾ ആട്ടിപ്പയച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ വീടെടുത്ത് ഞങ്ങൾക്ക് വീട് തന്നു. ഞങ്ങൾ വീട് തന്നിട്ട് വീട് നല്ല ഇതായിട്ടില്ലല്ലോ, എല്ലാം വെടിച്ച് മലത്തൊക്കെ കയറുന്നു. വീട് വന്നിട്ട് ഞങ്ങൾക്ക് തന്ന് വീടിന് പട്ടയം പ്രമാണം ഒന്നുമില്ല. ഒരു രേഖയും ഞങ്ങൾ എവിടെ പോണെന്ന് അംഗീകരിക്കുന്നില്ല. എവിടെ ഉള്ളതാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ കൊണ്ട് ഒറ്റപ്പെടുത്തി ഞങ്ങൾ ഇട്ടിരിക്കുന്നു. ഞങ്ങൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വോട്ടിന് മാത്രം അവർ വരുന്നു, വോട്ടിടുന്ന ഞങ്ങൾ വോട്ടിട്ട് കൊടുക്കുന്നു, അവർ ജയിക്കുന്നു, അതോടെ പോകണം. ഭയങ്കര പാട്. ഞങ്ങൾക്ക് കിടക്കാൻ പോലും സൗകര്യമില്ലാത്ത അവസ്ഥയാണ്. മഴക്കാലമാകുമ്പോൾ മണ്ണൊലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട് വീഴാൻ സാധ്യത ഉണ്ട്. ഞങ്ങൾ എങ്ങനെ താമസിക്കും? ഇത് ഞങ്ങളുടെ വീട്ടിൽ കയറി നോക്കിയാൽ അറിയാം. ആ സ്മെല്ല്, ബാത്റൂമിൻ്റെ ഇത് പൊട്ടിപ്പോകുന്ന സ്മെല്ല് വീട്ടിൻ്റെ അകത്ത് നിൽക്കുകയാണ്. കൊതുകെല്ലാം അരിച്ച് മക്കൾക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റും? അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, എന്തൊരു ദുരിതമാണ്. ഒരു ഫ്ളാറ്റ് ഉണ്ടാക്കി അവിടെ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. അതിൽ കൃത്യമായ ഇടപെടലുകൾ കൂടി ആവശ്യമാണല്ലേ അരുൺ സോളമൻ? വിനീത, ഇതിലൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട്. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അവരുടെ പ്രധാനപ്പെട്ട അഭിമാന പദ്ധതിയായിട്ടുള്ള ഈ പുനർഗേഹം ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാരോട് പഞ്ചായത്തിൽ നിറവ് ഫ്ളാറ്റ് നിർമ്മിച്ചത്. അതിനുശേഷം തന്നെ അവിടെ 126 കുടുംബങ്ങളെ താമസിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ ഫ്ളാറ്റ് നിർമ്മിച്ചത് കാരോട് പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. കാരണം ഈ ഫ്ളാറ്റ് 126 കുടുംബങ്ങൾക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് വകുപ്പ് തയ്യാറാക്കിയ പ്ലാൻ കാരോട് പഞ്ചായത്തിന് നൽകിയെങ്കിലും പഞ്ചായത്ത് ഈ ഫ്ളാറ്റ് നിർമ്മിക്കാനായിട്ട് അനുമതി നൽകിയില്ല. അതിൽ പഞ്ചായത്ത് നൽകുന്ന വിശദീകരണം ഈ 126 കുടുംബങ്ങളെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അവിടെ ജീവിക്കാൻ വേണ്ടുന്ന ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മറ്റ് മാലിന്യ സംസ്കരണ പദ്ധതികളൊന്നും തന്നെ അവിടെ ഉൾപ്പെടുത്തിയിരുന്നില്ല ആ പ്ലാനിൽ. അതുകൊണ്ട് തന്നെ പുതിയൊരു പ്ലാൻ തയ്യാറാക്കി വരാനാണ് ഫിഷറീസ് വകുപ്പിന് പഞ്ചായത്ത് നൽകിയ നിർദ്ദേശം. പക്ഷേ പഞ്ചായത്തിന്റെ നിർദ്ദേശം മാനിക്കാതെ തന്നെ ആദ്യത്തെ പ്ലാനിൽ അവിടെ ഫ്ളാറ്റ് നിർമ്മിക്കുകയും ഈ കുടുംബങ്ങളെ അവിടെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ 5 വർഷമായി ഇപ്പോൾ കാരോടും കുളത്തൂർ പഞ്ചായത്തിലെ ഈ 2 പഞ്ചായത്തുകളും ഈ ജനങ്ങളെ വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്നു. കാരണം അവർക്ക് ഇപ്പോൾ കെട്ടിട നമ്പരോ അവരുടെ ഉടമസ്ഥാവകാശമോ ഈ കാരോട് പഞ്ചായത്തിന് നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം പഞ്ചായത്തിന്റെ പെർമിറ്റ് ഇല്ലാതെയാണ് സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ചും ഫിഷറീസ് വകുപ്പ് അവിടെ ഒരു ഫ്ളാറ്റ് നിർമ്മിച്ചത്. നിലവിൽ 400-ലധികം വരുന്ന കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ട്. ഇപ്പോൾ തന്നെ അവിടെ ഡ്രെയിനേജുകൾ പൊട്ടി മാലിന്യം പുറത്തേക്ക് ഒഴുകുകയാണ്. വലിയൊരു ദുർഗന്ധമാണ് അവിടുത്തെ ഈ ജനങ്ങൾ സഹിച്ച് ജീവിക്കുന്നത്. കുട്ടികൾക്കടക്കം അവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് പല ആവർത്തി റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ പുതിയ സർക്കാർ വന്നിട്ട് പോലും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. വിനീത, ശരി, അടിയന്തര ശ്രദ്ധ വേണ്ടുന്ന ഒരു വിഷയമാണ്. 400ഓളം കുടുംബങ്ങൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് അവിടെ ദുരിതം അനുഭവിക്കുന്നത്. കണ്ണീർ കാഴ്ച കണ്ടേ മതിയാകുന്നതാണ്.